ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ എന്നല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോസിലൊക്കെ ഓണസദ്യയിൽ വിളമ്പാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമായിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ തന്നെ സിമ്പിളായിട്ടൊരു ടേസ്റ്റി സാമ്പാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വേവിക്കാൻ ഞാനിവിടെ ഇപ്പോൾ തുവരപ്പരിപ്പ് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സുഖമായിരിക്കുമല്ലോ. അപ്പോൾ മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് പരിപ്പ് എടുക്കുക. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ച് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ കുക്കറിലിടുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്നും ചേർക്കേണ്ട. 1/2 കപ്പ് പരിപ്പിന് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ച് മാറ്റി വയ്ക്കാം. പരിപ്പ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ള അത്രയും പച്ചക്കറികൾ എടുത്തോളൂ കേട്ടോ. സാമ്പാറിൽ ഏത് പച്ചക്കറി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊന്നും കൂടിപ്പോയേണ്ട ഒരു കുഴപ്പമില്ല, സാമ്പാറിന് ടേസ്റ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് കണക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഈക്വൽ എമൗണ്ടിൽ അങ്ങോട്ട് എടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു 3-4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു 6-7 വെളുത്തുള്ളിയും അത്ര അളവിൽ തന്നെ കുഞ്ഞുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ ഒരു 1/2 സ്പൂണോ 1 സ്പൂണോ കൂടി കൂട്ടിയിട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന്. ഇപ്പം ഞാൻ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 2 സ്പൂൺ മുളക് പൊടി മാത്രം ചേർത്തത്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ ആവശ്യത്തിന് 2 കപ്പ് മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പും കൂടി ചേർക്കണം. അത് ഉപ്പൊക്കെ ചേർത്തിട്ട് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 കപ്പ് അളവിൽ വെള്ളം ചേർക്കുക. പിന്നെ 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പൊടികൾ ചേർത്തതും ഉപ്പ് ചേർത്തതൊക്കെ എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മൺകലത്തിലാണ് സാമ്പാർ തയ്യാറാക്കി എടുക്കണമെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്കിത് കുക്കറിലോ അല്ലെങ്കിൽ എന്ത് നോൺ സ്റ്റിക്ക് പാനിലോ എന്തിൽ വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ, ഇതേ സ്റ്റെപ്പ് തന്നെ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി പൊട്ടിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. ഇനി പച്ചക്കറികളൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കാണ് വേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതേ സ്റ്റെപ്പൊക്കെ നമുക്ക് കുക്കറിൽ ഡയറക്റ്റായിട്ടും ചെയ്യാം. അതായത് പരിപ്പ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഈ കഷ്ണങ്ങളും പൊടികളും ഒക്കെ ഇട്ട് വെള്ളമൊഴിച്ച് നേരെ 1 വിസിലോ 1.5 വിസിലോ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു മെത്തേഡിൽ എല്ലാതും കുക്കറിൽ ഇട്ടും തന്നെ നമുക്ക് വെക്കാം കേട്ടോ. ഇതേപോലെ പരിപ്പ് വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല, ഒരുമിച്ച് നമുക്ക് സിമ്പിളായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ചേർത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അത് നമുക്ക് പൊടികളും എല്ലാ കാര്യങ്ങളും ഒന്ന് പച്ചക്കറിയും എല്ലാം മുകളിലും അടിയിലൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി മൂടി വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിരിക്കും ടോട്ടൽ ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട്. അതായത് ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെണ്ടക്കായും തക്കാളിയും നമ്മൾ സെപ്പറേറ്റ് വാട്ടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 വെണ്ടക്കായ എടുത്ത് നീളത്തിൽ ആവശ്യത്തിനുള്ള നീളത്തിൽ അരിയുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം നമ്മൾ അത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ വേറെ വാട്ടി ഇടുകയാണെങ്കിൽ ഉടയേ ഇല്ല, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുക. അതും അത്യാവശ്യം ഒന്ന് പകുതി വാട്ടിയെടുക്കുക. നല്ലപോലെ വാട്ടണ്ട, പകുതി വാട്ടിയെടുത്താൽ മതി. പിന്നെ സാമ്പാറിലേക്ക് ഇടുമ്പോൾ അതിൽ കഷ്ണങ്ങൾ കിടന്ന് തിളയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വെന്തോളും. അപ്പോൾ ഉടഞ്ഞു പോവാതെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കഷ്ണങ്ങൾ കിട്ടും. വെണ്ടക്കായും തക്കാളിയും വാട്ടി വന്നിട്ട് നമ്മുടെ സാമ്പാർ കഷ്ണം തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേവിക്കണ്ട, ഇപ്പോൾ തന്നെ നല്ലോണം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാട്ടി വെച്ചിട്ടുള്ള വെണ്ടക്കായും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടെ തന്നെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാതും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മളിപ്പോൾ ചേർത്ത പരിപ്പും അതുപോലെ തന്നെ വെണ്ടക്കായും തക്കാളിയും എല്ലാതും കൂടി യോജിപ്പിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിൽ ഒഴിക്കാൻ ആവശ്യമായിട്ടുള്ള കോൽപ്പുളി വെള്ളം തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വലിപ്പത്തിൽ, ഒരു പിടി വലിപ്പത്തിലുള്ള ഒരു കോൽപ്പുളി ഉണ്ട് എടുത്തിട്ടുണ്ട്. അതിൽ നല്ലപോലെ ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം. അത് ഏകദേശം ഒരു 1/2 കപ്പോളം വരും. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുളി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ തക്കാളി എക്സ്ട്രാ വാട്ടിയിടുക, അല്ലെങ്കിൽ കുറച്ചും കൂടി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇനി നാളികേരം ഒന്നും അരച്ച് ചേർക്കാത്തതുകൊണ്ട് നമുക്ക് മെയിനായിട്ടും ഇതിലേക്ക് സാമ്പാർ പൊടി വേണം, സാമ്പാറിൻ്റെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പാർ പൊടി, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ സാമ്പാർ പൊടി ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലിട്ട് കുറച്ച് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കലക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകും, ചെറുതായിട്ട് ഉണ്ടകളായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് ഒരല്പം, ഒരിത്തിരി എന്ന കണക്കിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനും കൂടിയേ ബാക്കിയുള്ളൂ കേട്ടോ. എല്ലാതും ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കുക. അത് ഈ കോൽപ്പുളി വെള്ളവും അതുപോലെ തന്നെ കായപ്പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ ഈ സാമ്പാർ കഷ്ണത്തുമ്മലൊക്കെ ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം തുറന്നു നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ പുളി ചേർത്തത് കൊണ്ട് ഉപ്പ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ വേണ്ടി വരില്ല, എന്നാലും നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ നേരത്തെ വെണ്ടക്കായ വാട്ടി അതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ കടുക് ഇട്ട് നന്നായി ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/4 സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അധികം ആവാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഉലുവ നന്നായി പൊട്ടുകയും വേണം, ഇല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും സാമ്പാറിന്. ഉലുവ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 4 മുഴമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് താളിച്ചിട്ട് നമുക്ക് നേരെ അത് സാമ്പാറിലേക്ക് കൊണ്ടൊഴിച്ചു കൊടുക്കാം. ഇനി ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. മല്ലിയിലയുടെ മണം ഇഷ്ടമുള്ളവർക്ക്, സാമ്പാറിൽ മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്, ആ മണം ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല വെറൈറ്റി ആയിട്ടുള്ള, നല്ല ഈസി ആയിട്ടുള്ള ഓണസദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.